എന്റെ സഹോദരരെ, മഹത്വപൂർണ്ണനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്. നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ്ണമോതിരം അണിഞ്ഞും മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നു എന്നിരിക്കട്ടെ. നിങ്ങൾ മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായിരിക്കുക എന്ന് പറയുന്നു. പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എന്റെ പാദപീഠത്തിനടുത്ത് ഇരിക്കുക എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളും ആവുകയല്ലേ ചെയ്യുന്നത്? ആമേൻ. ഒരുത്തി അവിടെ പുല്ലരിച്ചില്ല, ഒരുത്തി ഇവിടെ ബൈബിള് വായന. ഓ, നീ വേറെ പുസ്തകം അയച്ചിട്ടുണ്ട് സ്വർഗം ഭൂമിയിലേക്ക് വരെ. പോയി കാളയ്ക്ക് വക്കലെടുത്തിട്ട് ഇവന് ഉറക്കമില്ലേ? നിക്ക് നിക്ക് നിക്ക്, എവിടാ പോണത്? രാത്രിയില് വേറെ കച്ചവടമൊന്നും ഇല്ലല്ലോ? രാത്രിയിൽ കച്ചവടം എനിക്കില്ല, നിങ്ങൾക്കുണ്ടോ? എവിടാ വീട്? ചന്ദനത്തോപ്പില. എന്താ മോന്റെ പേര്? ഋഷി. ലിഷിയോ അതോ കൃഷിയോ? നാവ് വഴങ്ങണ വാക്കിരിയുള്ള പേരൊന്നും കിട്ടിയില്ലേ മോന്റെ വീട്ടുകാർക്ക്? എന്ത് കൃഷിയായാലും എന്റെ കൃഷി ഇറച്ചി വെട്ട. പേര് മൂസ. നാട്ടുകാർ നമ്മളെ മൂസ കന്ന് വിളിക്കും. നമ്മളെ കൈ കൊണ്ടല്ലാതെ ഒരൊറ്റ കന്നുപോലും ഈ നാട്ടിൽ മയ്യത്തായിട്ടില്ല. മനസ്സിലായ? ഓ, മയ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ. അധികം ഞാനിവിടെ നിന്നാല് വഴിയിൽ വല്ല യക്ഷിയും പിടിക്കും. യക്ഷിയല്ല, നിന്നെ പിടിക്കാൻ പോണത് കാലനാണ്. കാലൻ വർക്കി. എടാ മോനെ, നിനക്ക് കാളവർക്കിയുടെ മോളം പ്രേമിക്കണോ? ഇനി കുറച്ചു നേരം കൂടെ ഇവിടെ നിന്നാൽ ഞാൻ എടുക്കേണ്ടി വരും. നീ ഇപ്പൊ പൊക്കാ. ഇനി എന്റെ മോടെ പുറകെ നടക്കുന്നു ഞാൻ അറിഞ്ഞ നിന്റെ ഇറച്ചി വെട്ടിയാൽ എമ്മനെ കൊടുക്കും. അയ്യേ, അത് വേണ്ട വർക്കിച്ച. പകയന്റെ ഒരു ആയുസ് പറഞ്ഞ് തീരു മുമ്പ് വന്ന് കയറി കാലം വർക്കി തന്നെ. ഓ, അധികം തല്ലി പതപ്പിക്കണ്ട രായപ്പൻ ചേട്ടാ, ചെത്തണ്ടതാ. നീയല്ലേ എന്നെ കൊല്ലപ്പണി പഠിപ്പിച്ചു? പറഞ്ഞെന്നേ ഉള്ളു. കത്തിയേ, ആണ്ടിലും സംക്രാന്തിക്കെങ്കിലും ഒല കാണണം. പേട്ടന് അതിന് സമയം വേണ്ടേ? നല്ല സന്തോഷേ. നീ കോളേജിൽ പോക്കൊക്കെ മതിയാക്കി കുലത്തൊഴിൽ സ്വീകരിച്ച. ഇപ്പൊ പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല കുട്ടപ്പേട്ട. ആ പറഞ്ഞ വാസ്തവം. എന്നാലും നിന്റെ കൊല കഴിക്കുന്നേക്കാൾ ഭേദമാ. ഓ, അങ്ങോട്ട് നോക്കും. രാജപ്പേട്ട, അരിവാള് കാച്ചി. ഇപ്പൊ തരാം. എന്താ അത്യാവശ്യം? നാളെ കൊയ്ത്തുള്ളതാ. സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി. സൂക്ഷിക്കണേ, മുറിയും. ആ രാജപ്പേട്ട, കാശ് അപ്പം തരും. മഴയോട് പോയിക്കോ. അതെ, എപ്പ തരും? അപ്പ തരും. ഓ, ആ കോളേജിൽ പഠിച്ചാലേ ഇപ്പൊ മീൻചാറും കൂട്ടി ഉണ്ണാം. മീൻകാരൻ ദിവസവും മീൻ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ടെന്ന്. ഓ, നമുക്കുണ്ട് ഇവിടെ ഒരു കോളേജ് കുമാരൻ. പക്ഷെ നമുക്കാരും ഒരു മീനും ഫ്രീ തരുന്നില്ല. അതിന് ഞാൻ പെണ്ണൊന്നും അല്ലല്ലോ കുട്ടപ്പൻ ചേട്ടാ. അതെ, കുടുംബത്തിൽ ഒരു പെണ്ണെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനമ്മമാര് രക്ഷപ്പെട്ടു. അപ്പൊ പിന്നെ മൂന്നെണ്ണം ഉള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. കാച്ചിയാ പിടി പിടി പിടി. ഇതൊരുമാതിരി ചേരപ്പുറത്ത് ബാണ്ടിലോറി കയറിയണ കായല്ല. പറ്റില്ല, എഴുതിക്കോ. കഴിയടാ ഇരിക്കുന്നോ. എടി, എന്താ ഇന്ന് കണ്ടില്ലേ? ആരെ? ആ മീൻകാരനെ. ഇല്ല. കണ്ടു. എടി, ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുത്. കോളേജ് മേറ്റാന്നും പറഞ്ഞ് നടന്ന പേരുദോഷം വന്നാ പിന്നെ അത് മായൂല. ചേച്ചി ഉദ്ദേശിക്കുമ്പോഴൊന്നും ഞാൻ ഋഷി തമ്മിലില്ല. ആളുകൾക്കത് അറിയണ്ടല്ലോ. കാളവർക്കിയുടെ മക്കൾ കയറ് പൊട്ടിച്ച് നടക്കുന്നേ അവര് പറയൂ. ആളുകളുടെ വായ മൂടിക്കെട്ടി ജീവിക്കാൻ പറ്റൂ ചേച്ചി എന്നും പറഞ്ഞ് നടന്ന അപ്പൻ അങ്ങനെ മക്കൾ ഇങ്ങനെയെന്നാവും പറച്ച്. ഗോപി മാഷോട് ചേച്ചിക്കുള്ളൊരു അടുപ്പമല്ലേ, അത്രേ ഉള്ളൂ എനിക്ക് ഋഷിയോടുള്ളതും. അത് ഞാൻ കാളവർക്കിയുടെ മക്കൾക്ക് പാരമ്പര്യമുള്ള തറവാട്ടിൽ നിന്ന് നസ്രാണി ചെക്കന്മാരെ കിട്ടൂല. പറഞ്ഞറിയിക്കാൻ തറവാടുത്തുമില്ല, എടുത്തു കൊടുക്കാൻ സ്ത്രീധനോ എന്ന് വെച്ച് ഇളകി അടക്ക എന്ന് ഞാൻ പറഞ്ഞില്ല. പഴയ കൂട്ടുകാരനോടുള്ള ഒരു ആത്മബന്ധം കണ്ടുമുട്ടിയപ്പോ പുതുക്കി പോയി. അത് തെറ്റാണെങ്കിൽ ചേച്ചി അങ്ങ് ക്ഷമിച്ചേക്ക്. സോഫി, എടി
ഋഷി അല്ലേ? അതെ. ഇക്കാര്യത്തിൽ ഋഷി ഞാൻ അഭിനന്ദിക്കുന്നു. ഏത് ജോലി ചെയ്തും ജീവിക്കാമെന്ന ഈ മനോഭാവത്തെ. പക്ഷേ ഈ സൈക്കിൾ ചുറ്റി പ്രേമം അത്ര നല്ലതല്ല. ഞങ്ങളുടേത് വെറൊരു വില്ലേജാ. എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് കാളവർക്കിയുടെ മക്കൾക്ക് പേരുദോഷം ഉണ്ടാക്കുന്നേ? അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ല. വളരെ നേരത്തെയുള്ള അടുപ്പം വീണ്ടും കണ്ടുമുട്ടിയപ്പോ അത് പുതുക്കി ഒന്നിച്ച് ജീവിക്കണമെന്നുണ്ട്. അതിന് സമയമായോ? സമയമായാൽ ആലോചിക്കാം. അതുവരെ ക്ഷമിച്ചേ പറ്റൂ. ഞാൻ ശ്രമിക്കാം. ഒരു ഒഴിഞ്ഞുമാറ്റം ആവശ്യമാണെങ്കിൽ അതും ആവാം. പ്രണയലേഖനം തെക്കെ എങ്ങനെ എഴുതണം? ചെത്തുകാരിയല്ലോ ഞാനൊരു പുല്ല്, ചെത്തുകാരിയല്ലോ. മാഷേ, മറുപടി ആയിരിക്കും മാഷ് എഴുതുന്നത്. കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു. നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തിട്ട് തന്നെ എഴുതണം. കാലുതാര് തല്ലിയൊടിച്ചു. ആരും ഓടിച്ചതല്ല, ചാണകം ചവിട്ടി അതൊന്ന് കഴുകാൻ ഇറങ്ങിയതാ. കാലടിക്കാൻ വന്നേക്കും. ഈ ലേഖനം എല്ലാം കൂടെ ഒരു 19 കിലോ തൂക്കം വരുമല്ലോ. സൂക്ഷിക്കണം, ഇത് ചേലക്കരയാ. തൂക്കം കൂടിയ താങ്ങുകയല്ല. വരട്ടല്ലേ മൂസ, എന്റെ പള്ളിപ്പുറം തൊട്ടപ്പുറത്താ. അതിനങ്ങ് ആന്ധ്ര വരെ ഒന്നും പോണ്ട. നല്ല കാളയെ കിട്ടണമെങ്കിലേ ആന്ധ്രയെ തന്നെ പോണം. എന്റെ വീട്ടിലെ തൊഴുത്തിൽ 3-4 ഉണ്ട്. എന്താ നോക്കുന്നോ? ഉള്ളതാ? ആ, നല്ല തൂക്കമുള്ളതാ? നല്ല തൂക്കമുള്ളതാ. പക്ഷേ കുളമ്പു രോഗ. കുളമ്പു രോഗം പിടിച്ചു പോലും. സാരമില്ല, കാളയായാലും പശുവായാലും ഇനി വിട്ടേര്. സകല അസുഖം മാറ്റി ഞാൻ വിട്ടുതരാം. അസുഖം പിടിച്ചു പോലും. മൂസ, കാലിലേ പുരണ്ടിട്ടുള്ളൂ, ദേഹത്ത് ചാണകം പുരളാതെ നോക്കണം. എടി സോഫി, നിനക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല. നീ എന്തിനാ എന്നെ ഒളിക്കുന്നേ? അപ്പൻ എന്തൊക്കെ പറഞ്ഞു? എന്നിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഋഷിയെ മറക്കണമെന്ന് മാത്രം അമ്മ പറയരുത്. ഞാൻ അയാളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. എന്റെ കർത്താവേ, ഇതെന്തൊരു പരീക്ഷണോ? അപ്പൻ ഒരിടത്ത്, മക്കൾ മറ്റൊരിടത്ത്. അപ്പന്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ? വെട്ടൊന്ന്, മുറി 2. അപ്പം വെട്ടോ മുറിക്ക് എന്ത് വേണം ചെയ്തോട്ടെ, എനിക്ക് ഋഷിയെ മാത്രം മതി. എന്താടി അവിടെ? സോഫി, ദേ അപ്പൻ വന്നു. ഒന്നും മിണ്ടാതിരി.